الزمن من منن الله ما لا يدركه تحت دوائر العبارة ولا تلحقه الإشارة. ഇക്കവിലെ ഈ വരി ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഖലീൽ തങ്ങൾ പറഞ്ഞത്, അല്ലാഹു ഒരു മനുഷ്യനെ അനുഗ്രഹം ചെയ്താൽ അവന്റെ ആയുസ്സിൽ ബർക്കത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? തുച്ഛമായ സമയം കൊണ്ട്, കാലം കൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് ആലോചിച്ചാൽ കിട്ടാത്ത, ഒരിക്കലും എഴുതി തീർക്കാൻ കഴിയാത്ത, ഒരിക്കലും വിഭാവന ചെയ്യാൻ കഴിയാത്ത അത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും എന്നതാണ്. അൽഹംദുലില്ലാഹ്, റസൂൽ സഖാഫി നമ്മളൊക്കെ 19 വയസ്സുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. പത്രത്തിലൊക്കെ കണ്ടപ്പോൾ 40-41 വയസ്സേ ഉള്ളൂ. ഈ തുച്ഛമായ കാലം മഹാനവറുകൾ വിശുദ്ധ ഖുർആൻ ചെറുപ്പത്തിലേ ഹിഫ്ളാക്കി. ആ ഹിഫ്ള് തന്നെ നമ്മളെ മക്കളൊക്കെ പഠിക്കുന്നത് പോലെ നന്നായി അധ്വാനിച്ച് പഠിച്ചു. അത് ശരിക്കും ഹൃദിസ്ഥമാക്കി അവിടുത്തെ ഗുരുവര്യനായ മർഹൂം നമ്മുടെ ചെറിയ ഉസ്താദ് റളിയല്ലാഹു മർഹൂം പലപ്പോഴും പലരോട് പറയാറുണ്ട്, എന്റെ മസ്ഊദിനെ കണ്ട് പഠിക്കണം, അവനെ പോലെ ഹിഫ്ളാക്കണം. ഏത് ഉറക്കത്തിൽ വിളിച്ചുണർത്തി ചോദിച്ചാലും ഖുർആൻ തെറ്റാതെ സുന്ദരമായി ഓതിക്കൊടുക്കും. അങ്ങനെ ഹിഫ്ളാക്കിയ മഹാനായ മസ്ഊദ് സഖാഫി, അദ്ദേഹം ആ കുറഞ്ഞ കാലം കൊണ്ട് ഖുർആൻ ഹിഫ്ളിൽ ഒതുക്കാതെ ദീർഘമായ കാലം പണ്ഡിതന്മാരുടെ മുന്നിൽ നിന്ന് ഇൽമു പഠിച്ചു. ആ പഠിച്ചത് ജീവിതത്തിൽ പകർത്തി. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നല്ല തഖ്വയിലും ജീവിച്ചു. അക്കാലം അത്രയും ജനങ്ങൾക്ക് ആ ഇൽമ് ദർസിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും രാജ്യത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ ഏത് മുഖയിലും മൂലയിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണം, ആ ശബ്ദവീചികൾ മുഴങ്ങാത്തത് വളരെ കുറവാണ്. അങ്ങനെ ഒരു തൗഫീഖ് ഒരു മനുഷ്യന് കിട്ടുക എന്ന് പറയുന്നത് ഇബ്നു അബ്ബാസ് സിക്കത്തലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആയുസ്സിൽ ബർക്കത്തുണ്ടായതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കൾ, ഇൽമ് ഹിഫ്ള് പഠിക്കുന്നതോടൊപ്പം ആ ഹിഫ്ളിന് അതിന്റെ എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ഇൽമിന്റെ മാധുര്യം നിങ്ങൾക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഖൽബിനൊരു വെളിച്ചമാണ്, ബറക്കത്താണ്. ഈ ഹിഫ്ള്, ഖുർആൻ ഹിഫ്ള് എന്ന് പറയുന്നത് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഇൽമിന്റെ വഴിയിൽ തന്നെ നിങ്ങൾ നിലനിൽക്കണം. ഇത് ഉത്തരേന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഒരുപാട് ഹാഫിളീകളെ കാണാം. പക്ഷേ പേരിന് അവരൊക്കെ ഒരു കാലത്ത് ഹിഫ്ള് പഠിച്ചവരാണെങ്കിലും ഇന്ന് അവരെ മനസ്സിൽ ഖുർആൻ ഇല്ല. കാരണം അവർ മറ്റു മേഖലയിലേക്ക് തിരിഞ്ഞുപോയി. അതുകൊണ്ട് ഖുർആൻ എപ്പോഴും ഓതി 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 നാം ഒരു കൂട്ടിലടച്ച ഒരു പക്ഷിയെ നാം എപ്രകാരം സൂക്ഷിക്കുന്നു അതുപോലെ എപ്പോഴും സൂക്ഷ്മത വേണം. ഇത് പാറിപ്പോകുമോ, കൂടെങ്ങാനും നമ്മുടെ അശ്രദ്ധയിൽ തുറക്കപ്പെട്ടാൽ അതുപോലെ അതിന്റെ പാട്ടിന് പോകും. ഈ ഒരു ചിന്തയിൽ എപ്പോഴും ആ കൂട് ശ്രദ്ധിക്കുന്ന പോലെ നമ്മുടെ കൽബാകുന്ന കൂട്ടിൽ നാം അടച്ചു വെച്ച പരിശുദ്ധ ഖുർആനാകുന്ന ആ ഹിഫ്ളാകുന്ന പരിശുദ്ധമായ സംഗതി അത് ഓടിപ്പോകാൻ എളുപ്പമാണ്. എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കണം. ഖുർആനിലായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ.